ഹായ് ഫ്രണ്ട്സ്, കാനഡയിലെ ഏറ്റവും വലിയ പ്രൊവിൻസായ ക്യൂബക്കിലെ അതിൻ്റെ തലസ്ഥാന നഗരിയിൽ 150 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളും മറ്റെന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. നമുക്കൊന്ന് പോയി നോക്കിയാലോ? പണ്ട് രാജാക്കന്മാർ കുതിരപ്പുറത്ത് പോയി എന്നൊക്കെ പറയാറുണ്ട്. ആ കാലമൊക്കെ പോയി എങ്കിലും ഇന്നും ഈ വിൻ്റർ ടൈമിലും എല്ലാ സീസണിലും കുതിരസവാരി നടത്താനുള്ള സൗകര്യം ഈ സ്ഥലത്ത് ഇവിടെയുണ്ട്. 1608 ഷാംപ്ലിൻ ആണ് ക്യൂബക് സിറ്റി സ്ഥാപിച്ചത്. ക്യൂബക്കിൻ്റെ പഴയ പേര് ന്യൂ ഫ്രാൻസ് എന്നായിരുന്നു. കാനഡയിൽ ജനസംഖ്യയിൽ രണ്ടാമതാണ് ക്യൂബക് പ്രൊവിൻസ്. ക്യൂബക്കിലെ ഏറ്റവും വലിയ സിറ്റിയായ മോൺട്രിയാലാണ്. അത് കഴിഞ്ഞ രണ്ടാമത്തെ വലിയ സിറ്റിയാണ് ക്യൂബക് സിറ്റി. ഈ ഓൾഡ് ടൗണിലെ ബിൽഡിങ്ങുകൾ പലതും 19ാം നൂറ്റാണ്ടിൽ പണിയെടുപ്പിച്ചതാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ക്യൂബക് സിറ്റിയിലെ ഓൾഡ് ടൗൺ. നോർത്ത് അമേരിക്കയിലെ ഒരു യൂറോപ്പ് എന്ന് നമുക്ക് പറയാം. ഈ സിറ്റിയിലെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ഭക്ഷണമാണ്. വ്യത്യസ്തവും യുണീക്കുമായിട്ടുള്ള ഫുഡ് ഈ സിറ്റിയിൽ കിട്ടും. പുഡിൻ, മാപ്പിൾ സിറപ്പ്, മാപ്പിൾ ടോഫി, ഫ്രഞ്ച് ഒനിയൻ സൂപ്പ്, പീ സൂപ്പ്, അങ്ങനെ. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും പഴയ ഗ്രോസറി സ്റ്റോർ ഈ സിറ്റിയിലാണ്. മാപ്പിൾ സിറപ്പിന് പേരുകേട്ട സ്ഥലമാണ് ക്യൂബക്. ലോകത്തിലെ 73% മാപ്പിൾ സിറപ്പും ക്യൂബക്കിലാണ് ഉത്പാദിപ്പിക്കുന്നത്. 2019 അത് ഏകദേശം 12 മില്യൺ ഗ്യാലനാണ്. ക്യൂബക് സിറ്റി ഓൾഡ് ടൗണിന് രണ്ട് ഭാഗങ്ങളാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അപ്പർ ടൗണിലാണ്. താഴെ കാണുന്നതാണ് ലോവർ ടൗൺ. കൂടാതെ ഓൾഡ് ബോട്ടം അവിടെ ആയി കാണാം. വിൻ്ററിന് ഈ രീതിയിലാണ് ഇവിടുത്തെ കാഴ്ചകൾ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഈ ചാനലിൽ ട്രാവൽ, ഇമിഗ്രേഷൻ, ഒപ്പീനിയൻ, കാനഡയെക്കുറിച്ച് മലയാളികൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോസും ഉണ്ടാവും. മറക്കാതെ മറ്റുള്ള വീഡിയോസും കാണുക.
ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വന്നിട്ടുള്ളൊരു ഹോട്ടലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ എടുത്തിട്ടുള്ളൊരു ഹോട്ടൽ. ഈ ഹോട്ടലിൽ 80 മീറ്റർ ഉയരവും 18 നിലകളും 610 ഗസ്റ്റ് റൂമുകളും ഉണ്ട്. ഇത് ഒരു ആഡംബര വിഭാഗത്തിൽപ്പെട്ടൊരു ഹോട്ടലാണ്. 1892 പണി കഴിപ്പിച്ച ഈ ഹോട്ടൽ ഇന്നും അതേ തനിമയോടുകൂടി നിലനിൽക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വെങ്കല പ്രതിമ ഈ സിറ്റിയിലുണ്ട്. ഒരു ഇന്ത്യക്കാരെന്ന നിലയിൽ അത് കാണുമ്പോൾ വളരെ സന്തോഷവും അഭിമാനമുണ്ട്. അവിടെയെല്ലാം മഞ്ഞിൽ മൂടിക്കിടക്കുന്നു. വ്യത്യസ്തമായ കനേഡിയൻ കാഴ്ചകളുമായി നമ്മൾക്ക് അടുത്ത വ്ളോഗിൽ കണ്ടുമുട്ടാം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.